ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മലരിക്കൽ പോകുകയാണ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ മലരിക്ക് എത്തിയേക്കാണ്. ആദ്യം തന്നെ ഒന്ന് പറയാമല്ലോ, ഞങ്ങൾ വന്നത് വൈകുന്നേരം ഒരു 5 മണി 5:45 ആയപ്പോൾ ആ ഒരു ടൈമിലാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് അമ്പലമൊന്നും ഇല്ലായിരുന്നു. വീഡിയോ കൊണ്ടിട്ട് വന്നതാണ്. അത് രാവിലെ ആയിരുന്നു എനിക്ക് നേരത്തെ അറിയാം. പിന്നെ പെട്ടെന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങൾ വന്നതാണ്. മലരിക്കൽ പോയാലോ എന്നുള്ളൊരു പ്ലാനിങ്ങൾ വേണ്ടതാണ് വന്നത്. ഏതായാലും വകുത്തായി അത്യാവശ്യം കണ്ടതൊക്കെ കണ്ട്, കുറച്ച് കൊക്കിനെയും ഒക്കെ കണ്ട്, 2-3 മുട്ടൊക്കെ ഞങ്ങൾ പറിച്ചു കേട്ടോ. എനിക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണെന്ന് എനിക്കറിയത്തില്ല. ബോട്ടിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്നത് കാലും കൈയും നന്നായിട്ട് വിറക്കുക. പിന്നെ പുറകെ ആ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ടാണ് പിന്നെ ഞാൻ അവിടെ തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ്. പിന്നെ ഉമ്മി എന്നെ നോക്കി, ഉമ്മി ഉറപ്പാ വിഴിപ്പൊഴിക്കുക, കൈനെക്കാട്ടേ അപ്പുറമായിരുന്നു. ഇതൊക്കെ പ്രധാന ചെറിയെന്ന് പറയുന്നത്. കാരണം ഈ ഒരാൾ നടക്കുമ്പോൾ ഇത് ഒരു സൈഡിലോട്ട് പോകും ഈ ബോട്ട്, പക്ഷെ വീഴത്തില്ല. പക്ഷെ ഞാൻ എന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അതൊന്നും ഉമ്മ എൻ്റെ വീഡിയോ എടുത്തില്ല കേട്ടോ. ഉമ്മ എടുത്ത വീഡിയോ ഒക്കെ ഇത്. പിന്നെ ഇത് ഞാൻ ഏറ്റവും ഫ്രണ്ട് ഇടുന്നത് എന്തോ ഒരു റിസ്ക് എടുത്താണ്. നിങ്ങൾ മലരിക്ക വരുവാണ്, ഇത് തന്നെ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട തന്നെ സംഭവമാണ് കേട്ടോ. കാരണം സ്കൈ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന പോലെ വൈകുന്നേരം ഒക്കെ കാണാൻ പറ്റും. നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും കേട്ടോ. നല്ല സൺസ്ക്രിസ്റ്റൊക്കെ അടിച്ചിട്ട് പോകാം. പിന്നെ വൈബ് അടിച്ച് ചായ കുടിക്കാൻ വരുന്നവർക്കും അവിടെ ചായ കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഞങ്ങൾ ചായ കുടിച്ചിട്ടാണ് പോയത്. ബട്ട് വീഡിയോ എടുത്തില്ല. അത് പെട്ടെന്നൊരു വിശപ്പിൻ്റെ ഇത് കാരണം വീഡിയോ എടുത്തില്ല. നല്ല രസമാണ് കേട്ടോ ഈ ബോട്ടിൽ ഇങ്ങനെ പോകാനായിട്ട്. നല്ല ഉഗ്രം കാറ്റാണ്. പിന്നെ ഒരു കാര്യം, വരുവാണ് ഒരു 6 മണി 7 മണി ആ ഒരു ടൈമിൽ വരിക. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ഇങ്ങനെ കണ്ടം മാത്രം കണ്ടുകൊണ്ട് വാടിയ ആമ്പലും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് വിരിയാത്ത 2-3 മൊട്ടും വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണിത്. ഞാനും പിന്നെ ഉമ്മയും കുറച്ച് നേരം ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്നിട്ട് കുറച്ച് പൂക്കി സ്റ്റൈൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുത്തു. പിന്നെ ഇതാണ് എൻ്റെ പൂക്കി ഇക്കാക്ക. അപ്പൊ ഗൈസ്, നിങ്ങൾ എൻ്റെ പുറകെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ നല്ല ബ്ലൂ കളർ സ്കൈ എടുത്ത കേട്ടോ. നോർമൽ ക്യാമറ എടുത്ത വീഡിയോ ആണ് കേട്ടോ. നല്ല രസമായിട്ട് ഈ വെള്ളത്തിൻ്റെ അകത്ത് കൈയൊക്കെ ഇട്ടിട്ട് കിടക്കാനായിട്ട്. പിന്നെ ഈ ഒരു ഇതിൻ്റെ ഇടയിൽ സൂക്ഷിച്ചു നോക്കിയത് പവഴപ്പുറ്റ് അങ്ങനത്തെ ഒരു സാധനമാണ്. വെള്ളത്തിലൊക്കെ കണ്ടത്തിലൊക്കെ വളരുന്ന സൈസ് ചെടി ഇതുണ്ട്. പിന്നെ മരുമോളുടെയും അമ്മയമ്മയുടെയും കുറേ വീഡിയോ ഒക്കെ ഞാൻ എടുത്തോ. പിന്നെ ഇങ്ങനെ ഇത് ആദ്യം കയറിയപ്പോൾ ഉള്ളതാണോ എന്ന് തോന്നുന്നു. ഇത് ആദ്യം കയറിയപ്പോൾ ഉള്ളതാണ് കൊണ്ടാണ്. പിന്നെ ഇത് കണ്ടോ ഗൈസ്, എൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കൈ ഇടുമ്പോൾ ഇടയ്ക്ക് മീനൊക്കെ ഒരിടയ്ക്ക് എൻ്റെ കൈ വന്നായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ തട്ടിത്തെറിച്ചത്, ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയത്. പിന്നെ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. ഞാൻ ജസ്റ്റ് ഇത് കണ്ട് ഈ ഒരു ആമ്പൽമുട്ട് ചേട്ടൻ ഞങ്ങൾക്ക് പറിച്ചു കേട്ടോ. ഈ ചേട്ടനാണ് നമുക്ക് ആമ്പലൊക്കെ പറിച്ച് തന്നത്. ഗൈസ്, നമ്മളിവിടെ ഇറങ്ങി ഈ ഒരു ചേട്ടനാണല്ലോ ബോട്ടൊക്കെ ഇതാക്കിയത്.